എനിക്ക് അണ്ടർവെല്ലി ഉണ്ടായിട്ട് നോക്കി അടിച്ച് കയറ്റാൻ പറ്റുള്ളതാണ് വിഷയം. ഹലോ ഗായ്സ്, ഇന്ന് രാവിലത്തെ വിചാരിക്കുന്നു കറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ രാജാത്തോട്ടം പോവാണ്. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പോകണം, കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകണം, അവനെയും വിളിക്കണം. രാവിലെ മോർണിംഗ് ചെറിയൊരു റൈഡ് പോകാനുള്ള പ്ലാനാണ് രാജാത്തോട്ടത്തിലേക്ക്. അപ്പോൾ പോകുന്ന വഴി ബാക്കി കാണാം. ഹലോ ഗായ്സ്, അപ്പം വരുന്ന വഴിക്ക് ലുക്കൗട്ടിൽ ഇറങ്ങി. ഇപ്പോൾ കുറച്ച് ഞാനും എൻ്റെ കൂട്ടുകാരനും കണ്ട രണ്ടുപേരും കൂടി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് മേടിയിൽ നിന്നിട്ടുള്ള വ്യൂ. താഴോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് വഴിയുണ്ട്, പക്ഷെ നമ്മൾ രാജാത്തോട്ടം പോവല്ലേ, അപ്പം പിന്നെ ടൈം നോക്കിയിട്ട് അത് നടക്കാൻ വയ്യാത്തോണ്ട് എല്ലാം കൊണ്ടും ഇറങ്ങാതെ ഇവിടെ തന്നെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തെന്മല റൂട്ട് നമ്മൾ കയറി. തെന്മല ഡാം റൂട്ട് നമ്മൾ കയറി. നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ റൂട്ട് നേരെ കയറി ചെന്നിട്ട് നമ്മൾ നേരെ ഡാമിലോട്ടാണ് കയറി ചെല്ലുന്നത്. നമ്മൾ ഡാമിലോട്ട് പോകുന്നില്ല, നമ്മളിപ്പോൾ അവിടെ നേരെ പോയി ഡാമിൻ്റെ ഫ്രണ്ടിലേക്ക് നേരെ തെന്മല, അവിടെ നേരെ ആര്യങ്കാവ്. അവിടെ നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് തൊട്ട് താഴെ നിന്നാണ് നമ്മൾ റൈറ്റ് കയറി പോണത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിട്ട് നോക്കാം. കുറച്ച് നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ വരുവാണെങ്കിൽ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. ഫോട്ടോഷൂട്ടൊക്കെ നൈസാണ്. ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ്, ഈ ചാറ്റമഴ, അങ്ങനെ ചെറിയ കോടയൊക്കെ ഇറങ്ങുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും അതിലൂടെ വെറുതെ ഇരുന്നുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാം, എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ഇട്ടു. ഇന്നലെ രാത്രി പ്ലാൻ ഇട്ടു. ഇന്ന് ഫണ്ട് സെറ്റായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി. നമ്മളിപ്പോ ഇറങ്ങിപ്പോ ഒരു 8:30-9 മണിയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. അപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ പോകണം. ഇവിടെയാണ് വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ രാത്രിയിലാണ് വാട്ടർ ഡാൻസ് ഒക്കെ വരുന്നത്. അതിന്റെ ഫീസ് കറക്റ്റ് എനിക്ക് അറിയൂല, അതിനെത്രയാണ് ഫീസ് എന്ന് അറിയൂല. ഒരാൾക്ക് 70 സംതിങ് കണ്ടാന്ന് തോന്നുന്നു. അപ്പോ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പോവാം. റൈറ്റ് തിരിഞ്ഞ് പോകണമെങ്കിൽ നമുക്ക് ഡാമിന്റെ ബാക്ക് സൈഡിൽ പോവാം. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് വാഹനം കയറ്റി വിടണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കെട്ടി വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഡാമിന്റെ ഫ്രണ്ട്. നമ്മൾ അതിൽ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെയാണ് രാജാത്തോട്ടം പോണത്. അപ്പൊ നമുക്ക് ഈ എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ രണ്ടായിട്ടുണ്ട്. അത് മുകളിലത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാട്ടർ ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയാണ് എക്കോ ടൂറിസം. ഇവിടെയാണ് നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. അതായത് ക്ലൈംബിങ്, പിന്നെ കേബിൾ കാർ മീൻസ് കേബിൾ റൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ ഞാൻ കയറിയിട്ട് കുറെ നാളായി. മോനെ വില്ലി കുറെ നാളായി. അപ്പം ചേട്ടൻ ടാറ്റയൊക്കെ കാണിക്കുന്നു. എപ്പോഴും ഈ റൂട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും അപകടമായിട്ടുള്ള ഒരു വളവാണ് കേട്ടോ ഇത്. അതായത് പല വണ്ടികളും വന്ന് മറിയണതും ഇടിക്കണതൊക്കെ ഉള്ള സ്ഥലമാണിത്. ചിലപ്പോൾ ഈ ഇന്റർലോക്ക് തന്നെ ആയതുകൊണ്ട് മഴ സമയത്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ മാക്സിമം സൂക്ഷിക്കേണ്ടത്. കാരണം വണ്ടി സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് കയറ്റം കയറി, അതായത് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ടാണ്. രാത്രി മാക്സിമം ഗ്രൂപ്പായിട്ട് എല്ലാവരും വരാൻ ശ്രമിക്കാറുണ്ട്. ഒറ്റയ്ക്കൊക്കെ, അതായത് ഗേൾ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലീസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കൊക്കെ വരാതിരിക്കുക. നമുക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ റൂട്ടുണ്ട്. അപ്പുറത്തെ റൂട്ടാണ് നമുക്ക് മാക്സിമം ഫാമിലീസ് ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള റൂട്ട് നമുക്ക് അപ്പുറത്തെ റൂട്ടാണ്. അപ്പൊ നമ്മളിപ്പം നേരെ കയറി ചെന്ന് ഇറങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് തെന്മലയാണ് ഇറങ്ങുന്നത്. നല്ല ടേൺ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ റൂട്ടൊക്കെ കയറുമ്പോൾ മാക്സിമം എല്ലാവരും പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഡസ്റ്റ്ബിനിലോട്ട് മാക്സിമം ഇടാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പം പോണ രാജാത്തോട്ടത്തിലോട്ടാണെങ്കിലും നമ്മൾ എത്രത്തോളം നമ്മൾ മാക്സിമം അതിനെ സൂക്ഷിക്കുന്നു, അത്രത്തോളം നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമുക്കൊരു വൈബ്നെസ് കിട്ടും. അല്ലാണ്ട് നമ്മളിപ്പോ നോർമലി പോകുന്നിടത്ത് ചുമ്മാ നമ്മള് ഫുഡ് കഴിക്കുന്ന ഐറ്റംസ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ആ ലാൻഡും വൃത്തിയിടാവും. നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു ഇതും നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടത്തില്ല.
അത് നമ്മൾ പോകുന്ന സ്ഥലം, അതായത് ഇപ്പോഴത്തെ കൂടുതലും റൈഡേഴ്സ് മാക്സിമം ഇങ്ങനൊന്നും പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടിടാറില്ല. കാരണം അവർക്കറിയാം അവർക്ക് നാളെയും വരണം, അല്ലെങ്കിൽ ഫാമിലീസൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഫാമിലീസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും പ്ലാസ്റ്റിക് വലിച്ചെറിയോ അങ്ങനെ ഫുഡ് വേസ്റ്റ് അങ്ങനെ വലിച്ചെറിയോ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ. അപ്പൊ നമ്മളിപ്പോൾ നേരെ ചെന്ന് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മൾ കറക്റ്റ് തെന്മലയാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് തെന്മല റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനൊക്കെ ഈ സൈഡാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡാണ് പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നൈറ്റൊക്കെ വരുമ്പോൾ രാത്രി മാക്സിമം വരാൻ ഈ റൂട്ട് ശ്രമിക്കുക. ആണ്ടെ ഈ റൂട്ട് മാക്സിമം വരാൻ ശ്രമിക്കുക. ഇതായിരിക്കും നൈറ്റൊക്കെ വരാൻ വേണ്ടി ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റൂട്ട്. ആണ് ഇവിടെയാണ് നമുക്ക് തെന്മല റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മൾ ഈ പോണ വഴിക്ക് തന്നെയാണ് നമുക്ക് ഈ 13-ാം കണ്ടറ പാലം വരുന്നത്. അതാണ്ട് വീണ്ടും അവനും അവന്റെ വൈഫ് വേണത്. കണ്ടിട്ട് ആര് ഗേൾ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കണ്ട, വൈഫാണ്. കുറച്ചാളായതേ ഉള്ളൂ. അപ്പൊ ചെറുക്കന് ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാരും ഹാപ്പി. ആണ്ട കണ്ടോ, നമുക്ക് അങ്ങോട്ട് വരുന്ന വ്യൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതെ, അടിപൊളി വ്യൂസ്. ഇവിടെ മഴ സമയത്ത് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് മൂടിയ സ്ഥലം. നമുക്ക് ആ തെന്മല തുരങ്കം, 13-ാം കണ്ടറ പാലത്തിനടുത്ത് തുരങ്കുണ്ടാകും. അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടും വ്യൂസ് കാണിച്ചു തരാം. അപ്പൊ അടിപൊളിയാണ്. അപ്പം വൺ ഡേ ട്രിപ്പൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റൂട്ടൊക്കെ വരാം. ഇതായിരിക്കും നമുക്ക് കുറച്ച് ഫേവറബിൾ. നമ്മളിപ്പോ തെന്മല വന്നിട്ട് തെന്മലയിൽ നിന്ന് നമ്മള് രാജത്തോട്ടം റൂട്ട് കേറിയിട്ടുണ്ട്. സോറി ഗായ്സ്, നമുക്ക് വഴി തെറ്റി. കൂട്ടാൻ രണ്ടായിട്ട് ഓക്കെ സെറ്റ്. നമ്മൾ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ സീനായിട്ടുള്ള വഴി, വലിയ ഓവർ സീനൊന്നും അല്ല. നമുക്ക് പതുക്കെ കയറിപ്പാൻ പറ്റുള്ളൂ ഗായ്സ്. അണ്ടർബെല്ലിരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത റോഡാണ്, വലിയ കുഴപ്പമില്ല. അപ്പൊ വലിയ ഓഫ് റോഡൊന്നും നോർമല് നമ്മുടെയൊക്കെ റോഡ് കുത്തിപ്പൊളിഞ്ഞ് കിടക്കത്തില്ല, അതേപോലൊക്കെ തന്നെ. അതിന്റെ വലുതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ പാറക്കല്ലുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നോർമല് ശ്രദ്ധിച്ചൊക്കെ കയറണം. ചിലപ്പോൾ ടയറിനൊക്കെ പൊത്തി കയറാൻ ചാൻസ് ഉണ്ട്. നമ്മളത് നോക്കി എടുക്കണം. അതാണ് നമ്മൾ കാടിന്റെ ഒക്കെ നടുവിലൂടെയാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. ഒറ്റ വൺ ഡേ ട്രിപ്പൊക്കെ വരുവാണെങ്കിൽ നല്ല വൺ ഡേ ട്രിപ്പൊക്കെ വരാനുള്ള ബെസ്റ്റ് സ്പോട്ടാണ് ആണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇത് ഫുൾ നമുക്ക് മേലെ കയറി പോകില്ല. നമ്മളാണെങ്കിൽ എന്താ പറയാ, പകുതി പോലും നമ്മൾ നടന്ന് കയറി പോകണം കാര്യം. കുറച്ച് സീനൊക്കെ റോഡ് കുറച്ച് സീനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ അണ്ടർവെല്ലി സൂക്ഷിച്ച് വേണം, അണ്ടർവെല്ലിയിൽ ഇതൊക്കെ നല്ല സൂക്ഷിച്ച് വേണം കേട്ടാൻ.
അണ്ടർവില്ലൊക്കെ കിടന്ന് ലൂസായി ആടുന്നു. ഇപ്പൊ പകുതി വരെ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് ഭാഗം നമുക്ക് നല്ല റോഡായിട്ടുണ്ട്. നല്ല താറൊക്കെ ഓഫ് അടി ചെറുതടി, അതൊക്കെ ചേർന്ന് അമ്മനാടൊക്കെ ചെറുപ്പം നൈസ. എന്നിട്ട് ഇതാണ് നമുക്ക് നല്ല വ്യൂ. കണ്ടോ നമ്മൾ അകത്തോട്ട് റോഡിന്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അതായത് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് ഒരു ചെറിയ തണുപ്പ് ആ ഒരു നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന വെയിലിൽ ചെറിയൊരു വെയിലേ ഉള്ളൂ, പക്ഷെ ആ വെയിലിന്റെ ചൂട് നമുക്ക് അടിക്കുന്നില്ല. മഴ ടൈമിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. മഴ ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല കോടയൊക്കെ ഇറങ്ങി അപ്പോ നൈസ് മുളയൊക്കെ ഉണ്ട്. ഈ കാണുന്ന വെയിലിന്റെ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നൈസായിട്ടൊരു എന്താ പറയുക തണുത്ത ഒരു കാലാവസ്ഥ, ഒരു ചെറിയൊരു തണുപ്പുണ്ട്. ചൂടെന്ന് പറയാൻ പറ്റില്ല. കണ്ട കാശ് റോക്കറ്റ് പോയിക്കുന്ന കാശ് ആകാശത്ത് കാശ്. പിന്നെന്ന് വെച്ചാല് നമുക്ക് എന്താ കപ്പിൾസിനായാലും ഫാമിലിയായിട്ടൊക്കെ വരാൻ കൊള്ളാം. പക്ഷെ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരിക. അതായത് കുറച്ച് നമുക്ക് വണ്ടി ഫുള്ള് കയറി പോയില്ലെന്ന് പറഞ്ഞില്ലേ, ഫുള്ള് കയറി പോയില്ല, കുറച്ച് മുകളിൽ വരെ നടക്കാനുണ്ട്. അപ്പം കയറുമ്പോഴത്തേക്ക് വെള്ളമായാലും എന്തായാലും കൈ കഴുകുക. എന്നിട്ട് വെള്ളമൊന്നും അവിടെ വെള്ളത്തിലെ കുപ്പി അല്ലെങ്കിൽ സ്നാക്സിന്റെ ഒക്കെ കവറൊന്നും അവിടെ ഇടാതെ നമ്മൾ പോകുന്ന സ്ഥലം മാക്സിമം നമ്മള് എന്താ ചെയ്യാ, മാക്സിമം സേവ് ചെയ്യാം. നമ്മൾ മാക്സിമം സേവ് ചെയ്യാം. പിന്നെന്ന് വെച്ചാല് ഗായ്സ് 220 പോണ് ഗായ്സ്. ഗായ്സ് ഒരു പശു നിൽക്കുന്നു ഗായ്സ്. പശു നമുക്കാണെങ്കിൽ പിന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ടയറിൽ ഗ്രിപ്പ് ഉള്ളവര് മാത്രം വരിക കേട്ടോ. ടയറിന് ഗ്രിപ്പില്ലാതെ, അതായത് ഈ മൊട്ട ടയർ, അതായത് നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ ഓടില്ലേ, മൊട്ട ടയറൊക്കെ ആയിട്ടൊക്കെ ഓടുന്നവരൊന്നും കൊണ്ടുവരരുത്. കാരണം പാറക്കല്ല് മൂർച്ചുള്ള പാറക്കല്ലൊക്കെ ഇടിച്ചാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്ന് വെച്ചാൽ പാറക്കല്ലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ കാടിനകത്ത് എവിടെ നമുക്ക് ടയറിന്റെ കടയോ ടയറിന്റെ ഷോപ്പോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നല്ല ടയറും വണ്ടി അത്യാവശ്യം കണ്ടീഷനൊക്കെ ആയിട്ടുള്ളവര്, അതായത് ഒട്ടും കണ്ടീഷൻ അല്ലാത്തവര് കൊണ്ടുവരില്ല. കാരണം ക്ലച്ച് കേബിളൊക്കെ പോയി കിടക്കുന്നവരൊക്കെ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കേബിള് മാറാനൊന്നും ഇവിടെ കടയൊന്നുമില്ല. മാക്സിമം നമ്മൾ നോർമൽ ഒരു വണ്ടി സേഫായിട്ട് ഓടിക്കണ രീതിയില്ലേ, നമുക്ക് തോന്നുന്ന രീതി നമ്മൾ വണ്ടി എത്രത്തോളം സേഫായിട്ട് അവന്റെ വൈഫിനോട് കഥ പറഞ്ഞ് അവൻ കാട്ടി പോയാനെ ഇപ്പൊ. അപ്പൊ നമുക്ക് വണ്ടി സേഫായിട്ട് തോന്നുമല്ലോ, ഇത്ര വണ്ടി സേഫ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം കൊണ്ടുവരിക. അല്ലാണ്ട് ഒട്ടും അതായത് റണ്ണിങ് കണ്ടീഷനൊന്നും വലുതായിട്ട് ഓവർ റണ്ണിങ് കണ്ടീഷനൊന്നും അല്ലാത്ത വണ്ടിയൊന്നും കൊണ്ടുവരാതിരിക്കുക. വരുന്നെങ്കിൽ കുറച്ചുകൂടി രാവിലെ ഈ ഇവിടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി രാവിലെ വരിക കേട്ടോ. ഈ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാല് കോടയൊന്നും കാണാൻ സാധ്യത ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ റൂട്ട് വരുന്നത്. നമുക്ക് ജോലിയും സംഭവമൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ ലീവൊക്കെ കിട്ടാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് കിട്ടണ ടൈമൊക്കെ അല്ലേ നമ്മളിപ്പം എല്ലാവരും കൂടുതലും മിഡിൽ ക്ലാസ് ജോലി ചെയ്യുന്നവരായിരിക്കും മാക്സിമം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാക്സിമം ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും അടിപൊളിയായിട്ട് പോണതൊക്കെ. വരുമ്പോ മാക്സിമം എൻജോയ് ചെയ്യുക. കിട്ടുന്നുണ്ടോ ഗായ്സ്? നമുക്ക് വെള്ളം കളി കളിക്കാം ഗായ്സ്. എന്താണ് ഗായ്സ്?
ഓ ഓ ഗൈസ്, നല്ല കർവൊക്കെ ഉണ്ട് ഗൈസ്. നല്ല കർവും മാക്സിമം വരുമ്പോ നമ്മള് മാക്സിമം പതുക്കെ ഇറങ്ങി വരിക. പതുക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം സിംഗിളായിട്ട് ഇറങ്ങി വരുവാണെങ്കിലും വിത്ത് പില്ലിയനും കൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും മാക്സിമം പതുക്കെ വരാൻ ശ്രമിക്കുക. ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, താഴത്തോട്ട് പോയി കിടക്കേണ്ടി വരും. ഓടുന്നില്ല കേട്ടോ, കാട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വരുമ്പോ മാക്സിമം നിങ്ങളുടെ സേഫ്റ്റി നോക്കി വരിക കേട്ടോ. കാടിന് നടുവിലൂടെ ഒരു യാത്ര. നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. അപ്പൊ ഇപ്പൊ തണുപ്പൊക്കെയാണ്, നമുക്ക് ചൂടൊന്നും ഇല്ല കേട്ടോ. അതായത് നമുക്ക് ബോറടിക്കാത്ത നല്ലൊരു കാലാവസ്ഥ. ഞാൻ ഈ ഇത്രയും പറയണത് വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയൂല. മൈക്കിലാണ്, നമ്മള് മൊബൈലില് വെച്ചിട്ട് ഹെഡ്സെറ്റ് കുത്തിയാണ് സംസാരിക്കണം. അപ്പൊ മേലോട്ട് കയറി വെച്ചിട്ട് തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല നൈസ് ഒരു കൂൾ വൈബ് ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടി കൊണ്ട് വരുമ്പോഴത്തേക്ക് മാക്സിമം നോക്കിക്കൊണ്ട് വരും കേട്ടോ. ഇപ്പൊ അടിവശം തട്ടാനൊക്കെ ചാൻസ് കാണും. മാക്സിമം തെറ്റലും ഉണ്ട്. മഴ പെയ്ത് ചെളി കിടക്കുമ്പോൾ തെറ്റലുണ്ട്. ഓ ടാസ്ക് ആയല്ലോ മാൻ. അണ്ടർ ബെല്ല് തട്ടുപോയില്ലോ എന്ന് ചെറിയൊരു ഇല്ല, തട്ടിയില്ല. ഞങ്ങൾ എന്തിനാ ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കാര്യം. ഞങ്ങൾ നേരത്തെ അമ്പനാടറിന് പോയിട്ടുണ്ട്, പക്ഷെ വീഡിയോസൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞത് അവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോസ് ഒന്നും എടുത്ത് ഇടണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെ വീഡിയോസ് ഇടല്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇച്ചിരി നല്ല റോഡ് കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു സ്റ്റിഫ്നെസ് അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മളാണ് ഇവിടെ ഇപ്പൊ 2 വഴിയുണ്ട്. നമ്മളിപ്പോ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. നേരെ പോകുന്നത് വെച്ചാൽ നമ്മൾ റോസ്മല പോണ റൂട്ടാണ്. നമ്മളിപ്പോ രാജാത്തോട്ടമല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ആ പറയുന്ന സൗണ്ട് കേട്ടോ. അമ്പോ ഷൂ ഒക്കെ നനയോ എന്തോ. വേണ്ട, തട്ടിയോടാ. ഗൈസ് അപ്പൊ നല്ലൊരു സംഭവമായിരുന്നു ഗൈസ്. കൊള്ളാം, രസമുണ്ടായിരുന്നു.
ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ഓറഞ്ച് ഓറഞ്ച് അളിയാ, ഇത് ഓറഞ്ച് അല്ലടാ. പിന്നെ ഏതാടാ? അല്ല. ആ സോറി ഗായ്സ്. ആ ഹാ ഹാ ഇത് ഓറഞ്ച് അല്ലേ ഗായ്സ്, തിരിഞ്ഞു പോയി. നമ്മൾ അമ്പനാട് പോയപ്പോഴും അമ്പനാട് നിന്ന് നമ്മൾ എസ്റ്റേറ്റിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ അച്ചൻകോവിൽ റൂട്ടുണ്ട്. അപ്പൊ അവിടെയുണ്ട്. പോയി നമുക്കറിയൂല. എൻ്റെ ഫ്രണ്ടിൽ പോണ കൂട്ടുകാരൻ പറഞ്ഞു ഗ്രാമ്പു കറുകപ്പെട്ട അങ്ങനത്തെ സംഭവങ്ങളാണെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ അച്ചൻകോവില് പോയാൽ അത്രയും ഓഫ് റോഡിങ് സംഭവങ്ങളൊന്നും ഇല്ല. വലിയ ഓഫ് റോഡ് പ്രതീക്ഷിച്ചാലും കേട്ടോ, വലിയ ഓഫ് റോഡൊന്നും ഇല്ല. വലിയ ഓഫ് റോഡൊന്നും പ്രതീക്ഷിച്ചാലും വരരുത്. ഇതെല്ലാം നോർമൽ രീതിയിലുള്ള ഓഫ് റോഡിങ്. അതായത് ഇഷ്ടപ്പെടാതിരിക്കൂല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫ് റോഡൊക്കെയാണ് ഗായ്സ്. ഇവിടെ പന്നിയും സംഭവം ആനയൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. അതാണ് ഇവരിവിടെ കേബിൾ ഇട്ടേക്കുന്നത്, എർത്ത് കേബിൾ ഇട്ടേക്കുന്നത്. സോ ഇങ്ങനെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഈ ചെറിയ ചെറിയ കല്ലുകൾ കാണും. കല്ലുകൾ നോക്കി വരും കേട്ടോ. ചിലപ്പോ കല്ലുകളിൽ തട്ടിയാ ചിലപ്പോ വണ്ടി തട്ടല്ലേ. എർത്തടിക്കുന്നുണ്ടോ? എർത്തടിക്കുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമ്മൾ സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി വണ്ടിയുണ്ട്. ഇവിടെ കാറൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോ അവിടം വരെ പോയിട്ടുള്ളതായിരിക്കും തോന്നുന്നു. അപ്പൊ തട്ടാതിരുന്നാ മതിയായിരുന്നു. താഴോട്ട് വെച്ചാ RC കൊണ്ടൊക്കെ കേറി വന്നേക്കുന്ന നോക്ക്. കാല് പൊക്കി പിടിച്ചോ. അല്ലെ നേരെ കയറി പോവടോ. സ്ഥലമുണ്ടോ അങ്ങോട്ട്? ബ്രോ അങ്ങോട്ട് സ്ഥലമുണ്ടോ? ആടാ അങ്ങോട്ട് സ്ഥലം ഉണ്ടോ? എടാ നേരെ പോ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്താണ്ട് വരുന്ന ചാടിത്തുള്ളി കയറി പോകുന്നു. കണ്ടോ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാൻ പറ്റൂല. ചുറ്റിനും കാടാണ് ഗായ്സ്. കണ്ടോ ഗായ്സ്, ചുറ്റിനും കാട്. ഓ മോനെ ഗായ്സ്, നമ്മളങ്ങ് മണ്ടയിൽ കയറി പോണം ഗായ്സ്. മണ്ടയിൽ അവിടുന്ന് അങ്ങനെ ഏറ്റവും ടോപ്പ്. ഹലോ ഗായ്സ്, മണ്ടയിൽ കയറി ഗായ്സ്. ഭയങ്കര കാറ്റ് ഗായ്സ്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്.
തന്തോയം വേഗത്തേരിൽ പാറി നടക്കാനേരുണ്ടടതുള്ളാട്ടം കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയത് ചൊന്നേ അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയത് ചൊന്നേ. കാറ്റുകൊണ്ടതിന് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. നമ്മളിപ്പം അവിടെ നിന്ന് കയറി നമ്മളവിടെ ഇപ്പോൾ ഇറങ്ങുക താഴോട്ട്. അപ്പോൾ താഴോട്ട് വരുന്നവരെല്ലാവരും വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരണം. വരുമ്പോൾ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഓരോരുത്തർക്ക് നടക്കാൻ വയ്യ ഗായ്സ്. അവസാനം നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ അവിടെ ഇരിപ്പുണ്ട്. വണ്ടിയൊക്കെ അങ്ങനെ അവിടെ എത്തി ഗായ്സ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങുവാണ്. നമ്മളവിടെ എല്ലാം ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് നമ്മളിനി ഇറങ്ങുവാണ്. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഗായ്സ് ഓക്കെ.